ഞാൻ കുവൈറ്റിലായിരുന്നു 14 വർഷം. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് 2020 വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും മുടിയൊക്കെ, എനിക്ക് ഇത്രയും മുടിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, അതായത് 4-5 വർഷം മുമ്പ്. അപ്പോൾ പെട്ടെന്ന് മുടി കൊഴിയുന്നു, അങ്ങനെ എനിക്ക് പല പല സിംറ്റംസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആസിഡ് റിഫ്ലക്സിന്റെ ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോവുകയും 47 കിലോയായിട്ട് അണ്ടർ വെയിറ്റ് ആയിപ്പോയി. അന്നേരം പിന്നെ ആരും കാണണ്ടാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പറയില്ല കുറുന്തോട്ടിക്കും വാദവും എന്ന് പറഞ്ഞ് നമ്മളെല്ലാരും കളിയാക്കല്ലേ പാടില്ല. പക്ഷെ എനിക്ക് ഇതൊന്ന് വന്ന് ഞാൻ ഇതിന്റെ ഒരു 6 മാസം എടുത്തു. ഞാൻ ഇതിന്റെ പല ഇരട്ടി മധുരത്തിന്റെ കഷായം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ കുറേ എക്സ്പെരിമെന്റ് ചെയ്ത് ചില സമയത്ത് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ആ പ്രോബയോട്ടിക് നമുക്ക് ഏൽക്കുന്നില്ല. ഞാൻ ECG എടുത്തു, കാർഡിയോളജിസ്റ്റിനെ കണ്ടു. ഞാൻ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ ഇത് ഫുള്ളി റിക്കവർ ആയി കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു ചാനലിന് ഞാൻ എൻ്റെ അനുഭവം കേൾക്കും. അപ്പോൾ അതിനകത്ത് വന്ന ക്രൂ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഡോക്ടറിന് ചെറുതായിട്ട് നെഗറ്റീവ് വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ കഴിച്ച ആഹാരങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ അതിനകത്ത് അപ്പം എൻ്റെ അനുഭവം കേൾക്കുന്നു പറഞ്ഞു. എന്താണെന്നറിയില്ല, ദുബായിൽ നിന്ന് പോലും 50,000 രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് മുടക്കി ഈ 500 രൂപയുടെ കൺസൾട്ടേഷൻ എടുക്കാൻ വന്നു എന്നുള്ളതാണ് ആ ഒരു വീഡിയോ കൊണ്ട്. അതായത് ഇപ്പോഴും ഇന്റർനാഷണലി എനിക്ക് കോൾസ് വരുന്നത് ആസിഡ് റിഫ്ലക്സിന്റെ പ്രോബ്ലം ആയിട്ടാണ്.